ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിംഗ് പ്ലാനറ്റ്. എല്ലാവർക്കും ലേണിംഗ് പ്ലാനറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ കുറേ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ്സുകളിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. നമുക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. നിനക്ക് ഹിന്ദി എഴുതാൻ അറിയുമോ? എങ്ങനെ ചോദിക്കുക. അപ്പോൾ നോക്കാം. നിനക്കറിയുമോ, നിനക്ക് എഴുതാൻ അറിയുമോ എന്നുള്ളതാണ്. നിനക്കറിയുമോ, ഡു യു നോ ഹൗ ടു റൈറ്റ് ഹിന്ദി? ഡു യു നോ ടു റൈറ്റ് ഹിന്ദി എന്നല്ല പറയുക, ഡു യു നോ ഹൗ ടു റൈറ്റ് ഹിന്ദി. അപ്പം നിനക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുമോ? ഡു യു നോ ഹൗ ടു സ്പീക്ക് ഹിന്ദി. അപ്പം നിനക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയുമോ എന്നും നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ചോദിക്കാം. ഡു യു നോ ഹൗ ടു പ്രിപ്പയർ ബിരിയാണി? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ത് കാര്യം വേണമെങ്കിലും നമുക്കിതുപോലെ. അപ്പം നമ്മൾ വെറുതെ ടു ചേർത്താൽ പോരാ, ഹൗ ടു. നിനക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുമോ? ഡു യു നോ ഹൗ ടു ഡ്രൈവ്? ഡു യു നോ ഹൗ ടു ഡ്രൈവ്? അപ്പോൾ നമ്മൾ സാധാരണ കാറുകളൊക്കെയാണ് ഓടിക്കാറ്. ഒരു ബെൻസ് കാറ് കണ്ടു, ഒരു എസ് ക്ലാസ് ബെൻസ് ഇരിക്കുന്നു. നിനക്ക് ഈ എസ് ക്ലാസ് ബെൻസ് ഓടിക്കാൻ അറിയുമോ? ഡു യു നോ ഹൗ ടു ഡ്രൈവ് എസ് ക്ലാസ് ബെൻസ്? ഇങ്ങനെയാണ് ചോദിക്കുക. ഇനി അവൾ ആരാണെന്ന് നിനക്ക് അറിയുമോ? നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അവൻ ആരാണെന്ന് നിനക്കറിയുമോ? നിനക്കറിയുമോ, ഡു യു നോ. അവനറിയുമോ, ഡസ് ഹി നോ. അപ്പം നോക്കാം. ഡു യു നോ ഹൂ ഷീ ഈസ്? ഹൂ ഈസ് ഷീ എന്നല്ല, അത് ചോദ്യമാണ്. ഇവിടെയാണ് ചോദ്യം വരുന്നത്. ഡു യു നോ ഹൂ ഷീ ഈസ്? അവൾ ആരാണെന്ന് നിനക്ക് അറിയുമോ? ഡു യു നോ ഹൂ ഷീ ഈസ്? അപ്പോൾ അവനറിയുമോ, ഡസ് ഹി നോ ഹൂ ഷീ ഈസ്? അങ്ങനെയാണ്. അപ്പോൾ അവൾ എവിടെയാണെന്ന് നിനക്കറിയുമോ? ഡു യു നോ വേർ ഷീ ഈസ്? ഡു യു നോ വേർ ഷീ ഈസ്? അവൾ എവിടെയാണെന്ന് മാത്രം ചോദിക്കണമെങ്കിലോ വേർ ഈസ് ഷീ? പകരം അവൾ എവിടെയാണെന്ന് നിനക്ക് അറിയുമോ ചോദിക്കുമ്പോഴത്തേക്ക് ഡു യു നോ, ഇവിടെ നമ്മൾ വേർ നേർക്കും, എവിടെയാണെന്നുള്ളത് വേർ നേർക്കും, പിന്നെ ഷീ ഈസ്. അപ്പോൾ ഇതെന്തായിരുന്നു? അവൾ ആരാണെന്ന് നിനക്കറിയുമോ? ഡു യു നോ ഹൂ ഷീ ഈസ്? ഇങ്ങനെയാണ് പറയുക. അപ്പോൾ ഈ ഹൂ എന്നുള്ളിടത്ത് വേറെ എടുത്തു കഴിഞ്ഞാൽ അവൾ എവിടെയാണെന്ന് അറിയുമോ? അത്രയേ ഉള്ളൂ പ്രശ്നം. ഇനി അതുപോലെ നീ പറയുന്നത് അവനറിയുമോ? നീ പറയുന്നത് അവന് അറിയുമോ? നീ പറയുന്നത് അവനറിയുമോ? അപ്പോൾ അവനറിയുമോ എന്ന് ആദ്യം പറയുക. ഡസ് ഹി നോ? ഡസ് ഹി നോ? ഡു യു നോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? ഡസ് ചേർക്കണം. ഡസ് ഹി നോ? ഡസ് ഹി നോ? വാട്ട് യു സേ? നീ എന്താണ് പറയുന്നത് അവനറിയുമോ? നീ പറയുന്നത് എന്താണെന്ന് നീ പറയുന്നത് അവനറിയുമോ? അപ്പം നീ പറയുന്നത് എന്താണെന്ന് അവനറിയുമോ എന്നാണ് ചോദിക്കുന്നത്. നീ പറയുന്നത്. അപ്പോൾ നോക്കാം. ഡസ് ഹി നോ അല്ലേ? അപ്പോൾ നോക്കാം. ഡസ് ഹി നോ വാട്ട് യു സേ? അപ്പോൾ നീ പറയുന്നത് അവനറിയുമോ? അപ്പോൾ അവനറിയുമോ എന്നുള്ള വാക്ക് ആദ്യം നമ്മൾ കൊണ്ടുവന്നു. ഡു യു നോ, സോറി, ഡസ് ഹി നോ വാട്ട് യു സേ? നീ പറയുന്നത്. ഡസ് ഹി നോ യു സേ എന്ന് പറയുന്നത് വാട്ട് യു സേ അങ്ങനെ പറയുക. നീ പറയുന്നത് എന്താണെന്ന് അവനറിയുമോ എന്നാണ് വേണ്ടത്. പക്ഷേ നമ്മൾ മലയാളത്തിലൊക്കെ ഇത്രയും പറയുള്ളൂ. നമ്മൾ സംസാര ഭാഷയിൽ ഇത്ര മതി. ഡസ് ഹി നോ വാട്ട് യു സേ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്നത്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഇതെങ്ങനെയാണ് പറയുക? അച്ഛനമ്മമാരൊക്കെ മക്കളോട്, ഇപ്പോൾ പബ്ലിക് എക്സാംസ് നടക്കുന്ന സമയമാണ്, SSLC, +2 ഇങ്ങനെയുള്ള എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി എക്സാംസ് നടക്കുകയാണ്. അപ്പം ഫോണിലാണ് പഠിക്കുക. എന്നാലും ഫോണിൽ മറ്റു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. എങ്ങനെയാണത് പറയുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഒരു സംഗതിയാണ് വേണ്ടത്. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ്. ഒന്ന് പറഞ്ഞു നോക്കുക. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ്. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ്. ഇനി നോക്ക്. ഡു നോട്ട് എന്നല്ല പറയുക. സെൻറ്റൻസിൻ്റെ ഭാഗമാകുമ്പോൾ നോട്ട് ടു. നോട്ട് ടു. നോട്ട് യൂസ് മൊബൈൽ ഫോൺ വൈൽ സ്റ്റഡിങ്. വൈൽ സ്റ്റഡിങ്. അപ്പോൾ നോക്ക്. നോട്ട് ടു യൂസ് മൊബൈൽ ഫോൺ വൈൽ സ്റ്റഡിങ് അങ്ങനെയാണ് പറയുക. അപ്പോൾ നോക്കാം. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ്. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ് നോട്ട് യൂസ് മൊബൈൽ ഫോൺ വൈൽ സ്റ്റഡിങ് അല്ലേ? അപ്പോൾ നമുക്ക് മെല്ലെ പറഞ്ഞു നോക്കാം. കാരണം നമ്മൾ ബിഗിനേഴ്സിനൊക്കെ അത്രയും സ്പീഡ് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ് നോട്ട് ടു യൂസ് മൊബൈൽ ഫോൺ വൈൽ സ്റ്റഡിങ്. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ക്ലാസ്സിലൊക്കെ സംസാരിക്കില്ലേ? അപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ്
നോട്ട് ടു സ്പീക്ക്, നോട്ട് ടു ടോക്ക്, നോട്ട് ടു സ്പീക്ക് വൈൽ ടീച്ചിങ്. അപ്പോൾ നോട്ട് ടു സ്പീക്ക് എനിത്തിങ്, ഒന്നും സംസാരിക്കരുത് അല്ലേ. നോട്ട് ടു സ്പീക്ക് എനിത്തിങ് വൈൽ ടീച്ചിങ്, വൈൽ ഐ എം ടീച്ചിങ്, വൈൽ ടീച്ചിങ്, പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഐ ടോൾഡ് യു സെവറൽ ടൈംസ്. ഐ ഹാവ് എന്ന് ശക്തിപ്പെടുത്തി പറഞ്ഞ ഐ ഹാവ്, എന്ന് മാത്രം പറഞ്ഞാൽ ഐ ടോൾഡ് യു സെവറൽ ടൈംസ് നോട്ട് യൂസ് മൊബൈൽ ഫോൺ വൈൽ സ്റ്റഡിയിങ്. അപ്പോൾ പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ഞാൻ എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി വേറൊരെണ്ണം, ഇത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. നിൻ്റെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്, പക്ഷേ നിൻ്റെ പേര് മറന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. പേര് ഞാൻ മറന്നു. നമ്മൾ അറിയുമെന്ന് ചോദിക്കൂലേ, ഡു യു നോ, ഡു യു റിമെമ്പർ മീ, ഡു യു റിമെമ്പർ മീ. അപ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കാം, നിൻ്റെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. യുവർ ഫേസ് ഈസ് വെരി ഫെമിലിയർ ടു മീ. യുവർ ഫേസ്, ഞാനിവിടെ എഴുതുന്നില്ല, ഓർക്കുക. യുവർ ഫേസ് ഈസ് വെരി ഫെമിലിയർ ടു മീ. യുവർ ഫേസ് ഈസ് വെരി ഫെമിലിയർ ടു മീ. പക്ഷേ ഐ ഹാവ് ഫോർഗോട്ടൻ യുവർ നെയിം. ബട്ട് ഐ ഹാവ് ഫോർഗോട്ടൻ യുവർ നെയിം. അപ്പോൾ നോക്കാം, നിൻ്റെ മുഖം, യുവർ ഫേസ് ഈസ് വെരി ഫെമിലിയർ ടു മീ. യുവർ ഫേസ് ഈസ് ഫെമിലിയർ ടു മീ. യു ആർ വെരി ഫെമിലിയർ ടു മീ, അങ്ങനെയും പറയാം. മുഖമാണ് പരിചയം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മുഖപരിചയം ഉണ്ട് അറിയില്ലേ. യുവർ ഫേസ് ഈസ് വെരി ഫെമിലിയർ ടു മീ. പക്ഷേ ഐ ഹാവ് ഫോർഗോട്ടൻ, ഫോർഗോട്ടൻ, ഐ ഹാവ് ഫോർഗോട്ടൻ യുവർ നെയിം. പേര് ഞാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പേര് പറയും, ഓ നൗ ഐ റിമെമ്പർ യു, അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പം നിൻ്റെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. എങ്ങനെ പറയും? നിൻ്റെ മുഖം, യുവർ ഫേസ് ഈസ് വെരി ഫെമിലിയർ, ടു മീ, ബട്ട് ഐ ഹാവ് ഫോർഗോട്ടൻ യുവർ നെയിം. ഞാൻ നിൻ്റെ പേര് മറന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചോദ്യം ബാക്കി വെച്ചിരുന്നു. ഇന്ന് സ്കൂളിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ടായി എന്ന് നമ്മളെപ്പോഴും മക്കളോട് ചോദിക്കുകയാണ്, സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷമുണ്ടായത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം വിശേഷങ്ങൾ, വാട്ട് എൽസ് എന്ന് പറയാം. വാട്ട് സ്പെഷ്യൽ തിങ്സ്, വാട്ട് എൽസ് ഓർ വാട്ട് സ്പെഷ്യൽ തിങ്സ് ഹാപ്പൻഡ് അറ്റ് ദ സ്കൂൾ. അത്രയേ ഉള്ളൂ. വാട്ട് സ്പെഷ്യൽ തിങ്സ് ഹാപ്പൻഡ്, സംഭവിച്ചു അറ്റ് ദ സ്കൂൾ. വാട്ട് സ്പെഷ്യൽ തിങ്സ് ഹാപ്പൻഡ് അറ്റ് യുവർ സ്കൂൾ, ടെൽ മീ. അല്ലേ, മക്കളെ അടുത്ത് വിളിച്ചിട്ട് യോ കം അപ്പ് ഹിയർ ആൻഡ് ഹാവ് ടീ, ചായ കുടിക്ക്, പ്ലീസ് ഹാവ് ടീ റൈറ്റ് നൗ, ഹാവ് ഇറ്റ് നൗ, ഡോണ്ട് വാച്ച് മൊബൈൽ ഫോൺ, ഡോണ്ട് ടേക്ക് മൈ മൊബൈൽ ഫോൺ, പ്ലീസ് ഡോണ്ട് ടേക്ക് മൈ മൊബൈൽ ഫോൺ, യു അറ്റ് ഫസ്റ്റ് യു ഹാവ് ടീ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും വാട്ട് സ്പെഷ്യൽ തിങ്സ് ഹാപ്പൻഡ് അറ്റ് യുവർ സ്കൂൾ ടുഡേ. നിൻ്റെ സ്കൂളിൽ നിന്ന് എന്ത് പ്രത്യേക കാര്യങ്ങളൊക്കെയാണ്, എന്ത് വിശേഷങ്ങളൊക്കെയാണ് നടന്നത്, ഇങ്ങനെ നമ്മൾ ചോദിക്കും. അപ്പോൾ സോ വാട്ട് എൽസ് എന്ന് പറയാം, എന്തെല്ലാം. വാട്ട് എൽസ് ഹാപ്പൻഡ് അറ്റ് യുവർ സ്കൂൾ ടുഡേ. വാട്ട് എൽസ് എന്തെല്ലാം. എവിടെയെല്ലാം എന്നാണെങ്കിലോ വേർ എന്നുള്ളതിന് എൽസ് ചേർക്കുക, വേർ എൽസ്, എവിടെയെല്ലാം, വാട്ട് എൽസ്. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ നോക്കുക. അപ്പോൾ വീണ്ടും പുതിയ സെഗ്മെൻറ്റുമായിട്ട് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.